മദ്രാസ് ഹൈക്കോടതിക്ക് ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയും സമാനമായ ഭീഷണി വന്നിരുന്നു. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഇത്തരം ഭീഷണികൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലടക്കം ഭീഷണി വരാറുള്ളതാണ്. ഇത് എന്തെങ്കിലും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഒരു പതിവ് ഭീഷണിയായി മാറിയത്? മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിലാണ് ഈ ബോംബ് ഭീഷണി വന്നത്. ഹൈക്കോടതി രജിസ്ട്രാറുടെ മെയിൽ ഐഡിയിലേക്കാണ് ഭീഷണി സന്ദേശം വന്നത്. ഇതിനെ തുടർന്ന് രാവിലെ കോടതി പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. ഇതിനുശേഷമാണ് മെയിൽ ഭീഷണി സന്ദേശം വന്നത്. കോടതി ഒഴിപ്പിച്ച് ജീവനക്കാരെ എല്ലാം തന്നെ പുറത്താക്കി പരിശോധന നടത്തി. ഏതായാലും കാര്യമായിട്ട് ഭീഷണി അല്ലെങ്കിൽ പേടിപ്പെടുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ ആയില്ല. ഇതിനെ തുടർന്ന് പ്രദേശത്തൊക്കെ വലിയ തോതിൽ ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ ആഴ്ചയും സമാന രീതിയിലുള്ള ഒരു സന്ദേശം, വ്യാജ ഭീഷണി, ബോംബ് ഭീഷണി സന്ദേശം വന്നിരുന്നു. ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും നടത്തുന്നുണ്ട്. ഏതായാലും ഈ CSFും ബോംബ് സ്ക്വാഡും പോലീസും ചേർന്നൊക്കെ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. രാവിലെ ഇന്ന് സമാന രീതിയിൽ തന്നെ ഫലക്നുമ എക്സ്പ്രസിൽ, ഹൗറയിൽ നിന്ന് സെക്കന്ദരാബാദിലേക്ക് പോയ എക്സ്പ്രസിലും സമാന രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ഏതായാലും അടിക്കടി ഇത്തരത്തിൽ വ്യാജ ഭീഷണി സന്ദേശങ്ങൾ വരുന്നത് വല്ലാത്ത ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്.